ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരാഴ്ചയ്ക്ക് ശേഷം പിന്നെ നമുക്ക് ദൈവവചനവുമായിട്ട് തിരുസന്നിധിയിലായിരിക്കാൻ ദൈവം സഹായിച്ചതോർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് വചനത്തിന് സാക്ഷ്യം വഹിക്കണം, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ അതിനുള്ള താത്പര്യവും സമർപ്പണവും നമുക്കുണ്ടായിരിക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. രണ്ടാമത് നമ്മൾ ചിന്തിക്കുവാനായിട്ടിടയായത് കർത്താവിലുള്ളതായിരിക്കുന്ന സൗമ്യത എന്ന ദിവ്യഗുണം നമ്മുടെ ജീവിതങ്ങളിലേക്ക് നാം പകർത്തണം. ഭക്തരായിട്ട് നാം ജീവിക്കുമ്പോൾ സൗമ്യത എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ്. വിശേഷാൽ വചനത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ അത് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം നമ്മൾ പലപ്പോഴും സുവിശേഷവുമായിട്ട് കടന്നു പോകുമ്പോൾ നമ്മളെ ആരും കൈ നീട്ടി സ്വീകരിക്കുകയില്ല. വളരെ എതിർപ്പുകളായിരിക്കും ഉണ്ടാകുക. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ വളരെ സൗമ്യരായി അവരുടെ മുമ്പാകെ വിളങ്ങേണ്ടത് ആവശ്യമാണ്. കർത്താവിൻ്റെ സാക്ഷ്യ നിമിത്തം അത് നമ്മുടെ ജീവിതങ്ങളിൽ പ്രാവർത്തികമാക്കുക തന്നെ വേണം. അതിൽ നമ്മൾ വിജയിക്കണം എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി. നമ്മൾ സൗമ്യതയുള്ളവരായി തീരുമ്പോൾ നമ്മൾ ഏറ്റവും എളിമയും ശാന്തതയും ക്ഷമയും മറ്റുള്ളവരുടെ മുമ്പാകെ പ്രദർശിപ്പിക്കുവാനായിട്ടിടയായിട്ട് തീരും. എത്രമാത്രം നമ്മൾ പ്രകോപിപ്പിക്കപ്പെടുവാൻ സാധ്യതയുണ്ടെങ്കിലും അതിൻ്റെ മുമ്പിൽ നമ്മൾ ആത്മസംയമനം പാലിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. അതിന് നമ്മെ സഹായിക്കുന്നത് നമ്മൾ വിനയമുള്ളവരായിരിക്കണം, താഴ്മയുള്ളവരായിരിക്കണം എന്ന് ചിന്തിക്കുകയുണ്ടായി. വിനയം എന്നുള്ളത് മറ്റുള്ളവരെ നമ്മളെക്കാളും ശ്രേഷ്ഠന്മാരാണ്, ഞാൻ ചെറിയവനാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. താഴ്മ എന്ന് പറയുമ്പോൾ നമ്മൾ അപ്രധാനമാണ്, ഞാനില്ലെങ്കിലും മറ്റുള്ളവരാൽ കാര്യങ്ങൾ നടത്തപ്പെടും എന്നുള്ള ആ തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ താഴുവാനായിട്ട് നമുക്കിടയായിട്ട് തീരും. ദൈവത്തിന് ആരെക്കൊണ്ടും എന്തും ചെയ്യാൻ കഴിയുമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്മളാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നൊന്നും ദൈവസന്നിധിയിൽ നമ്മൾ പ്രശംസിക്കരുത്. അങ്ങനെ ചെയ്താൽ ദൈവം അത് ഒരിക്കലും അത് നമുക്ക് അനുഗ്രഹമായിരിക്കുകയില്ല. കാരണം ദൈവം മറ്റുള്ളവരെ കൊണ്ട് അതേ കാര്യം ചെയ്യുവാൻ ശക്തനാണ്. ആ തിരിച്ചറിവ് നമുക്ക് താഴ്മയുള്ളവരായി തീരുവാനായിട്ട് നമ്മെ സഹായിക്കും എന്ന് നമ്മൾ കാണുകയുണ്ടായി. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൽ പറയുന്ന ഒരു പ്രസ്താവന നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ല. ദൈവസഭയെ ഉപദ്രവിച്ചതുകൊണ്ട് ആ പേരിന് ഞാൻ യോഗ്യനും അല്ല. നമുക്ക് ഈ പ്രസ്താവനയിൽ രണ്ട് ആറ്റിറ്റ്യൂഡും കാണാനായിട്ട് സാധിക്കും. ചെറിയവനാണ് ഞാൻ അപ്രധാനമാണ്, അല്ലെങ്കിൽ അതിനുള്ള യോഗ്യത എനിക്കില്ല. താൻ ഒട്ടും ചെറിയവനല്ല എന്നും തൻ്റെ ശുശ്രൂഷകൾ അതിഗംഭീരമായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ താൻ അങ്ങനെയല്ല കൗണ്ട് ചെയ്തിരുന്നത്. താൻ തന്നെക്കുറിച്ച് ചിന്തിച്ചിരുന്നത് താൻ ഏറ്റവും ചെറിയവനാണ്, ആ പേരിന് പോലും ഞാൻ യോഗ്യൻ അല്ല. എല്ലാ ദൈവമക്കളുടെയും വളർച്ചയുടെ അളവ് പോലെ ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും ഈസി ആയിട്ട് മെഷർ ചെയ്യാൻ കഴിയുന്നത്, എത്രമാത്രം നമ്മൾ ഭക്തരാണെന്നുള്ളത് മെഷർ ചെയ്യാൻ കഴിയുന്നത് നമ്മൾ എത്രമാത്രം സൗമ്യരാണെന്നുള്ളത് നോക്കിയാൽ മതി. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മുടെ വളർച്ച എവിടെയാണെന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുവാൻ നമുക്ക് ആവശ്യമാണ്. ഗലാത്യലേഖനം 5:22-23 നമ്മൾ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് വായിക്കുമ്പോൾ സൗമ്യത എന്ന് പറയുന്നത് ദൈവം തൻ്റെ ആത്മാവിനാൽ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ക്വാളിറ്റിയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അത് ഞാൻ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, സൗമ്യരായിരിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതുകൊണ്ടാണ്. ദൈവാത്മാവുള്ള ഏത് വ്യക്തിക്കും സൗമ്യരായിരിക്കാൻ സാധിക്കും. പിന്നെ എന്തുകൊണ്ടാണ് സൗമ്യത നമ്മളുടെ ഇടയിൽ ഇല്ലാതെയാകുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം, ആത്മാവിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എന്ന ഒറ്റ കാരണമേ ഉള്ളൂ. ദൈവാത്മാവ് പറഞ്ഞു തരും താഴാൻ, പക്ഷെ നമ്മൾ പലപ്പോഴും താഴില്ല. വിനയം കാണിക്കാൻ പറയും, കാണിക്കില്ല. ആ ഒരു ഈഗോ, അല്ലെങ്കിൽ നമ്മളുടെ ആ സ്വയം ജഡത്തെ അനുസരിച്ച് നടക്കുവാനുള്ള നമ്മുടെ ആ പ്രേരണയെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയാത്തിടത്തോളം ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയുകയില്ല. ആത്മാവിൻ്റെ ചിന്ത ജീവനാണ്, ജഡത്തിൻ്റെ ചിന്ത മരണമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ക്ഷമ അല്ലെങ്കിൽ സൗമ്യതയില്ലാത്ത പ്രവൃത്തി നമ്മളിൽ കാണുമ്പോൾ ജഡമാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നും ആത്മാവ് അവിടെ പ്രവർത്തിക്കുന്നില്ല എന്നും വളരെ വ്യക്തമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ തോൽവി കിടക്കുന്നത്. അത് പരിഹരിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ പറയുകയുണ്ടായി, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാണ്. കർത്താവ് അങ്ങനെയായിരുന്നു.
അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഡെമോൺസ്ട്രേഷനാണ് കർത്താവ് പീഡിപ്പിക്കപ്പെടുന്ന സമയം എന്നുള്ളത്. ഞാൻ ആ ഭാഗം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ അതിശയപ്പെട്ടു പോകാറുണ്ട്. പീലാത്തോസിൻ്റെ മുമ്പിൽ കർത്താവ് കെട്ടപ്പെട്ടവനായിട്ട് നിൽക്കുന്ന കാഴ്ച, തന്നെ അവർ അടിക്കുന്നു, തന്നെ അവർ എന്തൊക്കെ രീതിയിൽ തന്നെ വേദനിപ്പിക്കാമോ അതൊക്കെ അവർ ചെയ്യുന്നു, അവർ തന്നെ അപമാനിക്കുന്നു, പരിഹസിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. പക്ഷെ ആരാണ് താൻ? അവരെ ഉളവാക്കിയ ദൈവപുത്രനാണ് ഈ നിൽക്കുന്നത്. നമ്മളതൊന്ന് ചിന്തിച്ചു നോക്കണം. അവരുടെ മുമ്പിൽ എത്ര വിനയവും താഴ്മയുള്ളവനായിട്ടാണ് താൻ നിൽക്കുന്നത്. തൻ്റെ കൈപ്പണികളാണ് ഇവര്. അവൻ മുഖാന്തരം സകലവും ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ കൈപ്പണികളാണ് ഈ നിന്ന് ചെയ്യുന്നത്. പക്ഷെ കർത്താവ് ഒരക്ഷരം വേണ്ടുന്നില്ല. അപ്പം എന്തുമാത്രം സൗമ്യനായിരുന്നു താൻ, എന്തുമാത്രം സൗമ്യനായിരുന്നു താൻ. നമ്മൾ ദാനം കിട്ടിയതിൽ പ്രശംസിക്കുന്നവരാണ്. ദാനം കിട്ടിയതിൽ ഒന്നും കിട്ടുവാൻ ആവശ്യമില്ലാതെ തന്നിൽ തന്നെ സമ്പൂർണനായ ദൈവപുത്രൻ ഒട്ടും പ്രശംസിക്കുന്നില്ല. അവിടെ നമ്മൾ ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കാൻ തുടങ്ങിയാൽ, കർത്താവിൻ്റെ സൗമ്യതയെക്കുറിച്ച് നമ്മൾ ശരിക്കും ഒന്ന് വിലയിരുത്തി മനസ്സിലാക്കാൻ തുടങ്ങിയാൽ ഒരിക്കലും പിന്നെ നമുക്ക് പൊങ്ങച്ചം പറയാൻ ഇടവരികയില്ല. കാരണം നമ്മൾക്ക് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരോട് പറയുന്നത് പോലെ, നിങ്ങൾക്ക് കിട്ടിയതല്ലാതെ പിന്നെ എന്തോ ഉള്ളത്? കിട്ടിയതാണെങ്കിൽ പിന്നെ കിട്ടിയതല്ല എന്ന പോലെ എന്തിനാണ് പ്രശംസിക്കുന്നത്? നമ്മളുടെ അവസ്ഥ അത് തന്നെയല്ലേ? കിട്ടിയതല്ലാതെ എന്താ ഉള്ളത്? തന്ന ആരോഗ്യം, തന്ന സംസാരശേഷി, നമ്മൾക്ക് തന്ന ജ്ഞാനം എല്ലാം ദൈവത്തിൻ്റെ ദാനമല്ലേ? ഈ ദാനം കിട്ടിയിട്ടും നമ്മൾ ഭയങ്കര പ്രശംസയാണ്. എങ്ങനെ? നമ്മൾ തന്നെ എന്തോ ഇൻവെന്റ് ചെയ്ത പോലെ, കണ്ടുപിടിച്ച പോലെ. ഒന്നുമില്ല. സൗമ്യനായി തീരണമെങ്കിൽ നമ്മളിൽ വിനയവും താഴ്മയും ആവശ്യമാണ്. കർത്താവ് ഒന്നും മിണ്ടാത്തവനായിട്ട് നിന്നു. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം 29 തൊട്ട് 30 വരെയുള്ള ഭാഗങ്ങളിലാണ് എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിനെന്ന് കർത്താവ് പറഞ്ഞത്. കാരണം ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. ആ കർത്താവിനോട് ചേർന്നിരുന്ന് നമ്മളൊന്ന് പഠിക്കണം. ഞാൻ പറയാം, ഈ ഒരു വിഷയമുണ്ടല്ലോ, ഈ സൗമ്യത എന്ന് പറയുന്ന വിഷയം, ഞാൻ ഈ സംസാരിക്കുന്ന വിഷയം, ദിസ് ഈസ് ദ കീ ടു ഓൾ സക്സസ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങൾക്കും സൗമ്യതയാണ് ഉത്തരം. നമ്മൾ പ്രോവർബ്സ് 15:33 ഇങ്ങനെ വായിക്കുന്നുണ്ട് സദൃശവാക്യം: യഹോഭക്തി ജ്ഞാനോപദേശമാകുന്നു, മാനത്തിന് മുൻപേ വിനയം. അഥവാ മാനത്തിന് വിനയം മുന്നോടിയാകുന്നു. മാനത്തിന് വിനയം മുന്നോടിയാകുന്നു. വിനയം കൂടാതെ മാനം ഉണ്ടാവുകയില്ല. നമ്മളുടെ മിനിസ്ട്രി വിജയിക്കണമെങ്കിൽ, നമ്മൾ ക്രിസ്തീയ ജീവിതം വിജയിക്കണമെങ്കിൽ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഒരു ക്വാളിറ്റിയാണ് സൗമ്യത എന്ന് പറയുന്നത്. അത് നമ്മൾ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. നമുക്ക് മറ്റൊരു വാക്യമാക്കി ലൂക്കോസ് 14:8 കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ്. കർത്താവ് തൻ്റെ ജീവിതത്തിൽ ഉടനീളം ഇത് പാലിച്ചവനാണ്. കർത്താവ് ഒരിക്കലും ഒരു സദസ്സിൽ പോയിട്ട് ഉന്നതമായൊരു സ്ഥാനത്തിലേക്ക് കയറിയിരിക്കാൻ ശ്രമിച്ചിട്ടില്ല. തന്നെ വിളിച്ചിരുത്തിയിട്ടല്ലാതെ താൻ ഒരിക്കലും കയറിയിരിക്കാറില്ല. നമ്മളും എപ്പോഴും ചെറിയതിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. നിന്നെ വിളിച്ചിരുത്തട്ടെ, അതാണ് ദൈവത്തിൻ്റെ മുൻപാകെ മാനം. നമ്മളായിട്ട് പൊങ്ങരുത് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ്. യോഹന്നാൻ 13:14 നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുന്നു: കർത്താവിൻ്റെ സൗമ്യതയുടെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷനാണ് കർത്താവ് ഇവിടെ കാണിക്കുന്നത്. കർത്താവ് ഈ വാക്യം പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയുന്നുണ്ട്: നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ ആകയാൽ അത് ശരിയാണ്. പക്ഷേ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും
അങ്ങനെ തന്നെ ചെയ്യേണ്ടതാണ്. കർത്താവായ യേശു ക്രിസ്തു വാസ്തവത്തിൽ ഏറ്റവും ഉന്നതനാണ് എന്ന് കർത്താവിന് തന്നെ അറിയാം. കർത്താവും ഗുരുവുമാണ് ഞാൻ, അത് ശരിയാണ്. പക്ഷേ എന്നാലും തൻ്റെ സൗമ്യതയ്ക്ക് ഒരു മാറ്റവും വരുന്നില്ല. കർത്താവ് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എഴുന്നേറ്റ് ഒരു സ്ലേവ് മാത്രം, ഒരു അടിമ ചെയ്യേണ്ട ആ ശുശ്രൂഷ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പറയുക, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഉന്നതനാണ്, അത് ശരിയാണ്. പക്ഷേ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകണം. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് നമ്മൾ പഠിച്ചാൽ, ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പഠിച്ചാൽ നമ്മൾ കർത്താവിനെ പോലെ ആയി തീരുകയാണ്. നമ്മുടെ ഗുരു അങ്ങനെയായിരുന്നു, അതുകൊണ്ട് അവനെ പോലെ ആയിത്തീരുന്നത് ശിഷ്യന് മതി. നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് ഇതിരിക്കട്ടെ സൗമ്യത എന്ന് പറയുന്നത്. കർത്താവ് ആ രീതിയിൽ ഏറ്റവും സൗമ്യതയുള്ളവനായിട്ട് വെളിപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സെക്കരിയ 9:9 കൂടെ വായിച്ചിട്ട് നമുക്ക് ഈ ഭാഗത്തെ വിട്ടുപോകാം. സെക്കരിയ 9:9. കർത്താവിനൊരു കുതിരയെ കിട്ടാഞ്ഞിട്ടല്ല, ഇനി കർത്താവ് ഒരു കുതിരപ്പുറത്ത് വരുന്നുണ്ട്. അത് നമ്മൾ വെളിപ്പാട് ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. ഒരു വെള്ള കുതിരപ്പുറത്ത് താൻ കയറി സ്വർഗത്തിലെ സകല സൈന്യത്തിൻ്റെയും മഹത്വത്തോടു കൂടെ താൻ വരുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ രാജാവാണ്. അവിടെ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്, യെരുശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ്. രാജാക്കന്മാർ ഒരിക്കലും കഴുതപ്പുറത്ത് പോകാറില്ല, അവർ കുതിരപ്പുറത്താണ് പോവുക മഹത്വമായിട്ട്. എന്നാൽ നമ്മുടെ കർത്താവ് എന്തുകൊണ്ടാണ് കഴുതപ്പുറത്ത് പോയത്? അതിന് കാരണം ഇവിടെ എഴുതിയിട്ടുണ്ട്, അവൻ താഴ്മയുള്ളവൻ ആണ്. അവൻ താഴ്മയുള്ളവനാണ്. എന്തോ ഒരു ബ്യൂട്ടിഫുള്ളാണ് നമ്മുടെ കർത്താവിൻ്റെ ക്യാരക്ടർ, അല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. അവനൊരു കുതിരയെ അഫോർഡ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടോ കുതിരയെ കിട്ടാഞ്ഞിട്ടോ ഒന്നുമല്ല, അവൻ താഴ്മയുള്ളവനാണ്. അവൻ്റെ മക്കളെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമാനിക്കേണ്ട ഒരു വിഷയമുണ്ടെങ്കിൽ എൻ്റെ കർത്താവിനെ പോലെ ഞാൻ ആയിത്തീരണമെന്നുള്ള വിഷയത്തിലായിരിക്കണം. എൻ്റെ കർത്താവ് അങ്ങനെയായിരുന്നു, അത് എനിക്ക് മതി. നമ്മുടെ ജീവിതത്തിൽ ഇത് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ നമ്മളൊരു യുദ്ധം ജയിക്കുകയാണ്. ഈ ജഡത്തെ തോൽപ്പിക്കാൻ, ഈ ജഡത്തിൻ്റെ എല്ലാ ആ മഹത്വത്തെയും നമ്മൾ തോൽപ്പിക്കുമ്പോൾ കർത്താവ് ജയിച്ചതുപോലെ നമ്മളും ജയാളികളായിട്ട് മാറുകയാണ്. അവിടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ പദം, അവൻ ജയശാലിയും താഴ്മയുള്ളവൻ. നീതിമാനും ജയശാലിയും താഴ്മയുള്ളവൻ. നമ്മുടെ കർത്താവിനെ പോലെ ജയിച്ചവൻ ആരുമില്ല. അവൻ ജയിച്ചത് വാളുകൊണ്ടല്ല, അവൻ ജയിച്ചത് ധാർഷ്ട്യം കൊണ്ടല്ല, അവൻ ജയിച്ചത് ബലം കൊണ്ടല്ല, അവൻ ജയിച്ചത് തൻ്റെ സ്നേഹം കൊണ്ടാണ്, അവൻ ജയിച്ചത് തൻ്റെ താഴ്മ കൊണ്ടാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ കർത്താവിനെ ഞാൻ സേവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണം അവൻ്റെ ക്യാരക്ടറിൻ്റെ ബ്യൂട്ടിയാണ്. അവനെ ഞാൻ നോക്കും തോറും ഞാൻ അവനെ ആരാധിക്കുകയാണ്. കാരണം അവനെ പോലെ ആയിത്തീരുക എന്ന് പറയുന്നതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പെനൽറ്റിമേറ്റ് എന്ന് പറയുന്നത്. അതിനേക്കാൾ ഉന്നതമായിട്ട് ഇനി ഒന്നും ഇല്ല. അവനെ പോലെ ആയിത്തീർന്നാൽ എത്രയോ നമ്മൾ സമ്പന്നരാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞ വാക്കുകളാണത്. നമ്മളൊക്കെ നമ്മളുടെ നമ്മുടെ ബ്യൂട്ടി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അധികാരം കൊണ്ടോ നമ്മുടെ സൈന്യബലം കൊണ്ടോ ഒക്കെ രാജ്യങ്ങളെ കീഴടക്കി അധികാരത്തെ നടത്തി. എന്നാൽ നസ്രായനായ യേശു, അവൻ ഇതൊന്നുമില്ലാതെ അവൻ ജയാളിയാണ്. എല്ലാ നേതാക്കന്മാരും താഴേക്ക് പോയി, പക്ഷേ നിലനിൽക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ യുഗങ്ങളുടെ പാറയായിരിക്കുന്ന യേശുക്രിസ്തു മാത്രമാണ് നിൽക്കുന്നത്. അവൻ ജയിച്ച ജയം സേന കൊണ്ടല്ല, അവൻ ജയിച്ച ജയം സ്നേഹം കൊണ്ട് ആയിരുന്നു. അവൻ്റെ താഴ്മ കൊണ്ടാണ്. അവൻ ഇന്നും ജയിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ ഇന്നും കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ക്യാരക്ടറിൻ്റെ ബ്യൂട്ടി അത്രമാത്രമുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ദൈവഭക്തനായിട്ട് ജീവിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ യാക്കോബിന്റെ ലേഖനം 4:10 നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവസന്നിധിയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ.
എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. കർത്താവ് ഒരുത്തനെ ഉയർത്തിയാൽ അവനെ താഴ്ത്താൻ ആരെക്കൊണ്ടും സാധ്യമല്ല. കർത്താവ് ആരെയെങ്കിലും താഴ്ത്തിയാൽ അവൻ എത്ര ആഞ്ഞു പിടിച്ചാലും അവന് ഉയരാൻ കഴിയുകയും ഇല്ല. ദൈവം എപ്പോഴും എതിർത്ത് നിൽക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ. നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കും അവൻ കൃപ നൽകുന്നു. വളരെ ഈസിയാണ്. കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കണമെങ്കിൽ, അവൻ്റെ ഭക്തനായി അവനെ പ്രസാദിപ്പിച്ച് ജീവിക്കണമെങ്കിൽ നമ്മൾ സൗമ്യത എന്ന വിഷയത്തിൽ വർദ്ധിച്ചു വരേണ്ടത് ആവശ്യമാണ്. അതുപോലെ നമ്മൾ 1 പത്രോസ് 5:6 ഇങ്ങനെയും വായിക്കുന്നുണ്ട്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ, താഴുവിൻ, താഴ്മ ധരിക്കുവിൻ. കർത്താവിന് സർവ്വമഹത്വവും കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ക്രമീകരിക്കാൻ ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. അടുത്തതായിട്ട് വചനത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടുന്ന പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സഹിഷ്ണുത എന്ന വിഷയമാണ്. പെർസിവറൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന സഹിഷ്ണുത. സഹിഷ്ണുത എന്ന് പറയുന്നത് നമ്മൾക്ക് കടന്നു പോകാൻ പറ്റാത്ത ഒരു മേഖലയെ തരണം ചെയ്യുവാൻ എങ്ങനെ സന്തോഷത്തോടു കൂടെ, സമാധാനത്തോടു കൂടെ, ദീർഘക്ഷമയോടുകൂടെ, പേഷ്യൻസ്, കടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു വഴിയിൽ കൂടെ, അല്ലെങ്കിൽ ഒരു പാതയിൽ കൂടെ, അല്ലെങ്കിൽ ഒരു അനുഭവത്തിൽ കൂടെ, ഒരു വേദനയിലൂടെ പിറുപിറുപ്പ് കൂടാതെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, ദീർഘക്ഷമയോടെ കടന്നു പോകുന്നതിനെയാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. ഈ സഹിഷ്ണുത എന്നുള്ള വാക്ക് അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിൽ എടുത്ത് പഠിച്ചാൽ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും. അതായത് ഈ കൊല്ലൻ്റെ ആലയിൽ നിങ്ങളൊക്കെ പോയിട്ടുണ്ടായിരിക്കാൻ സാധ്യത. പഴയ എല്ലാവരും പോയിട്ടുണ്ടാവും, പുതിയ പിള്ളേർക്കൊന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അത് അവിടെ ഈ കൊല്ലൻ ഇരുന്ന് ഇങ്ങനെ ആലയിൽ ഊതും. ഈ ബെല്ലോ എന്ന് പറയുന്ന ഈ ബ്ലോ ചെയ്യാനായിട്ടുള്ളൊരു സംഭവമുണ്ട്. അത് വെച്ചിട്ട് ഊതിയിട്ട് അതിൽ ഈ ലോഹം വെച്ച് അതിന് മേളിൽ കരി അടുക്കി തീ കൊടുക്കും. അത് ഈ ഊതി 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 ഈ ലോഹം ചൂട് പിടിച്ചത് പഴുക്കും. പഴുത്തതിന് ശേഷമാണ് കൊല്ലൻ അഥവാ ബ്ലാക്ക് സ്മിത്ത് അതെടുത്ത് അടിച്ച് രൂപപ്പെടുത്തുന്നത്. ഇഷ്ടമുള്ള പോലെ വളയ്ക്കാനോ തിരിക്കാനോ മൂർച്ച കൂട്ടാനോ ഒക്കെ ചെയ്യാൻ പറ്റുന്നത് ഇത് പഴുത്ത് നല്ല സോഫ്റ്റായി തീരുമ്പോൾ മാത്രമേ പറ്റൂ. ഈ ഉരുപ്പടി എന്ന് പറഞ്ഞാൽ ഈ ലോഹത്തിന് ഓടിപ്പോകാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ 100% അവിടുന്ന് ഓടിപ്പോകും. കാരണം ഓരോ ഊത്ത് കഴിയും തോറും ചൂട് കൂടി 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 വരും. ഈ പദമാണ് പെർസിവറൻസ് എന്ന പദം. മനസ്സിലായല്ലോ? അതായത് എത്ര ചൂട് വന്നാലും അവിടെ നിന്ന് മാറിപ്പോകാതെ അതിന് കീഴടങ്ങിയിരിക്കുന്ന അനുഭവത്തെയാണ് സഹിഷ്ണുത എന്നുള്ളത് കൊണ്ട് ദൈവവചനം അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം സഹിഷ്ണുത നമുക്ക് ഉണ്ട്. നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ പിറുപിറുപ്പ് ആരംഭിക്കും. നമ്മുടെ സന്തോഷമൊക്കെ അപ്രത്യക്ഷമാകും. നമ്മുടെ മനസ്സ് അലതല്ലും, സമാധാനം അപ്രത്യക്ഷമാകും. ക്ഷമിക്കാൻ പിന്നെ നമുക്ക് കഴിയില്ല, ദീർഘക്ഷമയും അപ്രത്യക്ഷമാകും. തത്വത്തിൽ സഹിഷ്ണുത നമ്മളെ വിട്ട് പോകും. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് ഈ ഭൂമിയിൽ എത്രമാത്രം സഹിഷ്ണുതയുള്ളവനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജനിച്ച നാൾ മുതൽ കർത്താവ് കഷ്ടതയിൽ കൂടെ കടന്നു പോവുകയായിരുന്നു. ദർ ഈസ് നോ ചൈൽഡ് ലൈക്ക് ഹിം. അത് ഉറപ്പാണ്. കാരണം പ്രസവിച്ച് വീഴാൻ പോലും നല്ല ഒരു സ്ഥലം തനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അനുഭവം നമുക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ തൻ്റെ മാതാവിന് തൻ്റെ ആദ്യജാതൻ്റെ ജനനത്തെ മാന്യമായി ആഘോഷിക്കാൻ കഴിഞ്ഞില്ല. അവൾക്ക് കിട്ടിയത് ഒരു തൊഴുത്ത് ആയിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം. കാരണം അവനെ
സ്ഥലമില്ലാത്തതുകൊണ്ട് ശീലകൾ ചുറ്റി ഒരു പുൽത്തൊട്ടിയിൽ കിടത്തി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഞാൻ ആ ഭാഗം വായിച്ച് ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത വിമിഷ്ടം തോന്നിയിരിക്കുക. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കന്നാലീനെ വളർത്തിയിട്ടുള്ളവർക്ക് അറിയുള്ളൂ ഒരു തൊഴുത്ത് എന്താന്ന്. തൊഴുത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നല്ല സ്ഥലം അല്ല. അവിടെ എല്ലാവിധ കീടങ്ങളും ഉണ്ടായിരിക്കും. ദുർഗന്ധം എന്ന് പറഞ്ഞാൽ മാക്സിമം ആയിരിക്കും. ഒന്നും നല്ലതല്ല അവിടെ, ആ കന്നാലി ഒഴിച്ച്. അവിടെയാണ് ആര് വന്ന് കിടക്കുന്നത്? ദൈവപുത്രൻ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം ആ സിനാരിയോ. ഞാൻ പറയാം, ഒരു സഹോദരിമാരത് ആഗ്രഹിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു സിനാരിയോ ഒരു സഹോദരന്മാർ ആഗ്രഹിക്കുന്നില്ല ആദ്യജാതൻ അങ്ങനെ ജനിക്കണമെന്ന്. എന്നാൽ പിതാവായ ദൈവം അങ്ങനെയാണ് പ്രസാദിച്ചത്. ദൈവപുത്രൻ ജനിച്ച നാൾ തൊട്ട് അവന് കഷ്ടപ്പാട് തന്നെയാണ്. അതിനുശേഷം അവൻ മിസ്രൈമിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് ഇത്ര വലിയ ദൂരമൊക്കെ പോകുക, നിങ്ങൾക്കറിയാം. ഒരു കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടും കുഞ്ഞിനുണ്ടാകുന്ന വേദനയും. മൃദുവായ ശരീരമാണ്. മിസ്രൈമിലേക്ക് ഓടിപ്പോകുന്നു, തിരിച്ചു വരുന്നു, നസ്രായൻ എന്ന് വേറെ വിളിക്കപ്പെട്ടവനായി ജീവിക്കുന്നു. സ്വന്തം കുടുംബത്തിൽ അവൻ ഒരിക്കലും സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. അതെന്താ? തൻ്റെ സഹോദരന്മാരൊരു 4 മുട്ടന്മാരവിടെയുണ്ട്. മുട്ടന്മാരെന്ന് ഞാൻ വിളിക്കുകയാണ് അവരെ. കർത്താവ് യേശു ക്രിസ്തു പാപമില്ലാത്ത പരിപാവനൻ. ഈ 4 എണ്ണം പെർഫെക്റ്റ് ആദാമിൻ്റെ മക്കളാണ്. പറഞ്ഞു മനസ്സിലായല്ലോ? നിങ്ങൾക്കത് സുവിശേഷത്ത് പഠിച്ചാൽ മനസ്സിലാവും. നീ പ്രശംസ, നീ വലിയവനാകാൻ ആഗ്രഹിക്കുന്ന ആളല്ലേ, പോയി പരസ്യമായി ചെയ്യ്. ചേട്ടനോട് വർത്തമാനം പറയുന്ന രീതിയാണത്. അങ്ങനെയൊന്നുമല്ല അവരുടെ കൾച്ചറിൽ കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കണം. ചേട്ടൻ അപ്പൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണ്. പക്ഷേ നമ്മുടെ കർത്താവ് ഒന്നും മിണ്ടില്ല എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അവൻ്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല എന്ന് ബൈബിൾ തന്നെ ടെസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിക്കും, എങ്ങനെ കർത്താവ് 30 വയസ്സ് വരെ ഈ കുടുംബത്തിൽ ജീവിച്ചു? എവറി ഡേ തൻ്റെ സഹോദരിമാർക്കും സഹോദരന്മാർക്കും കളിയാക്കാനുള്ള വിഷയമായിരുന്നിരിക്കും നമ്മുടെ കർത്താവ്. കാരണം കർത്താവ് പാപം ചെയ്യില്ലല്ലോ. നിങ്ങളതിൻ്റെ ആ വിമിഷ്ടം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. എന്തുമാത്രം ബുദ്ധിമുട്ട് കർത്താവ് അനുഭവിച്ചു കാണും. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യേ നമ്മുടെ കർത്താവ് സഹിഷ്ണുതയുള്ളവനായതുകൊണ്ട് പിതാവ് അവന് സാക്ഷ്യം കൊടുത്തു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അവൻ ഒരിക്കലും പാപം ചെയ്തില്ല. അവൻ ഒരിക്കലും ലംഘിച്ചില്ല പരിധികൾ. അതുമാത്രമല്ല, തൻ്റെ ശുശ്രൂഷ കാലഘട്ടം, തൻ്റെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെയുള്ള അനുഭവം അത് അപ്പോഴുമുണ്ട്. തൻ്റെ വീട്ടുകാർ പറഞ്ഞു ഇവന് ഭ്രാന്തുണ്ട്. പരീശന്മാര് ശാസ്ത്രിമാര് പറഞ്ഞു ഇവന് ബെയൽസെബൂൽ, അതുകൊണ്ടാണ് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത്. എല്ലാവരും അപമാനിച്ചു, എല്ലാവരും തന്നെ തിരസ്കരിച്ചു. താൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ഇങ്ങനെ എല്ലാവരാലും തള്ളപ്പെട്ട് ക്രൂശിലേക്ക് പോകുമ്പോൾ ദാനിയേൽ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ ആരുമില്ലെന്ന് വരും. നിങ്ങളതൊന്ന് ചിന്തിച്ചു നോക്കണം. അവൻ ആരുമില്ലെന്ന് വരും. എല്ലാവരാലും തള്ളപ്പെട്ടവൻ. നമ്മളുടെ ജീവിതത്തിലും മറ്റും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. നമ്മളെ വല്ലപ്പോഴും ഒരുത്തനെങ്ങാനും ആയിരിക്കും ഒന്ന് തള്ളുന്നത്. അപ്പോഴേക്കും തന്നെ നമ്മളുടെ എല്ലാ നട്ടും ബോൾട്ടും ഇളകിപ്പോകും. കർത്താവിനെ ആരും സ്വീകരിച്ചില്ല. തൻ്റെ ശിഷ്യൻ പത്രോസ് തന്നെ തള്ളിപ്പറഞ്ഞു. തൻ്റെ കൂടെ നടന്ന തൻ്റെ പ്രാണസ്നേഹിതൻ തൻ്റെ നേരെ കുതികാൽ ഉയർത്തി. അത് യൂദയെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാവരും തള്ളപ്പെട്ടു, ഒറ്റയ്ക്ക്. പക്ഷെ കർത്താവിൻ്റെ സഹിഷ്ണുത ഒരിക്കലും മാറിയില്ല. അവനത് സഹിച്ചു. അവൻ പെറുപെറുത്തില്ല. അവൻ്റെ വായിൽ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ അവനെ ഏൽക്കുകയായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ. ഇവൻ്റെ വ്യക്തിത്വം എത്ര മനോഹരമാണ്. അവൻ്റെ സഹിഷ്ണുത അപ്പോഴും അവൻ മുറുകെ പിടിച്ചു. കർത്താവ് കൊടുത്ത എല്ലാ വേദനകളിലൂടെയും താൻ കടന്നു പോകുമ്പോൾ ദീർഘക്ഷമയോടുകൂടെ, സന്തോഷത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ താൻ അത് ഏറ്റെടുത്തു. ഒടുവിൽ കാൽവരിയിലെ കുരിശിൽ താൻ കിടന്ന് സകലവും നിവൃത്തിയായി പിതാവേ എന്ന് പറഞ്ഞ് തൻ്റെ ആത്മാവിനെ തൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ചു.
സഹിഷ്ണുതയുടെ ഏറ്റവും വലിയ മാതൃക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവഭക്തനായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട മറ്റൊരു ക്വാളിറ്റിയാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. എബ്രായർ 12:2 നാം നമ്മുടെ കർത്താവിനെ കുറിച്ച് ഇങ്ങനെ വായിക്കുന്നുണ്ട്. വായിച്ചേ, എബ്രായർ 12:2. മതി. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി എന്ന് പറഞ്ഞാൽ ആ അപമാനങ്ങളൊക്കെയും താൻ കണ്ടില്ല. അതല്ല എൻ്റെ ലക്ഷ്യം. പിന്നെ എന്താണ് ലക്ഷ്യം? സന്തോഷം. എന്താണ് ആ സന്തോഷം? നമ്മൾ ഓരോരുത്തരുമാണ് ആ സന്തോഷം. ഈ നരകത്തിൻ്റെ തീക്കൊള്ളികളായിരുന്ന നമ്മളെ വീണ്ടെടുത്ത് തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി തൻ്റെ പിതാവിൻ്റെ മുമ്പാകെ നിർത്തി നമ്മൾക്ക് അവകാശങ്ങൾ നേടിത്തന്ന് നമ്മളെ അവനോട് കൂടെ ഒരു നിത്യത വാഴുവാൻ യോഗ്യരാക്കുക. അതായിരുന്നു തൻ്റെ സന്തോഷം. വാട്ട് എ ഗ്ലോറി! അതായിരുന്നു അവൻ്റെ സന്തോഷം. ഇങ്ങനെയുമുണ്ടോ ഒരു സന്തോഷം, അല്ലേ? വളരെ വിചിത്രമായൊരു സന്തോഷം. ഒന്നിനും കൊള്ളരുതാത്ത വ്യക്തികളെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അങ്ങനെയാണ്. കൊരിന്ത്യർ ലേഖനത്തില് ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ഭോഷത്വമായത് തിരഞ്ഞ് എടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായത് തിരഞ്ഞ് എടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം എന്തു ചെയ്തെന്നാ അവിടെ? ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ, നികൃഷ്ടമായതിനെ, കുലഹീനമായതിനെ, ഏതുമില്ലാത്തതിനെ തിരഞ്ഞെടുത്തു. ഷോണിയെ തെരഞ്ഞെടുത്തു. എങ്ങനെയാ? ഏറ്റവും നികൃഷ്ടൻ, കുലഹീനൻ, ഏതുമില്ലാത്തവൻ, ബലഹീനൻ, ഭോഷൻ. അതൊക്കെ ശരിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ആബ്സല്യൂട്ടാണ്. എൻ്റെ കർത്താവിനെ എന്നെ നന്നായിട്ട് അറിയാം. എന്നിട്ട് തിരഞ്ഞെടുത്തു. എന്തിനാണ്? എന്നെ അവൻ്റെ കൂടെ ഒരു നിത്യത വാഴണം. ഓ വാട്ടെല്ലാം, എന്തൊരു സ്നേഹം! പക്ഷേ ആ സന്തോഷം അവൻ കണ്ടിട്ട് തൻ്റെ അപമാനത്തെ അവൻ അലക്ഷ്യമാക്കി. അതിനെ നോക്കുന്നില്ല. അപമാനിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു കർത്താവ്. ആ അപമാനം മുഴുവൻ താൻ അനുഭവിച്ചു. എങ്ങനെ? സന്തോഷത്തോടെ. എങ്ങനെ? സമാധാനത്തോടെ, ദീർഘക്ഷമയോടെ അത് ഏറ്റെടുത്തു. ദൈവഭക്തന്മാരായിട്ട് നാം ജീവിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ദിവ്യ സ്വഭാവം നമ്മൾക്ക് ഉണ്ടായിരിക്കണം. സഹിഷ്ണുത കാണിക്കണം. നമ്മൾക്ക് പലപ്പോഴും ഉള്ള ഒരു വലിയ വീഴ്ചയാണ് സഹിഷ്ണുത നമ്മളിൽ ഇല്ല എന്നുള്ളത്. ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേക്കും നമ്മൾ പിറുപിറുക്കാൻ തുടങ്ങും. അല്പം നീതി നിഷേധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പൊട്ടി തെറിക്കുന്ന അനുഭവത്തിലേക്ക് വരും. എൻ്റെ കർത്താവ് എത്രമാത്രം നീതി നിഷേധിക്കപ്പെട്ടു, അവനൊന്നും മിണ്ടിയില്ല. മത്തായി എഴുതിയ സുവിശേഷം 16:21. കർത്താവ് അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മൂന്നാം നാൾ കർത്താവിന് ഇതൊക്കെ മുന്നേ അറിയാമായിരുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന പദം ശ്രദ്ധിക്കുക, പലതും സഹിച്ച്. ഈ പലതും എന്നുള്ള വാക്ക് വളരെ വളരെ ഹ്രസ്വമായിട്ട് എഴുതിയിരിക്കുന്നത്. പക്ഷേ താൻ അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾ 4 സുവിശേഷങ്ങളിലും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് അനുഭവിച്ച അനേക കാര്യങ്ങൾ പറയാത്തതും ഉണ്ട്. കർത്താവ് ഇതൊക്കെയും അനുഭവിച്ചു. 2 തിമോത്തിയോസ് 3:12 നമ്മളോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് പറയുകയാണ്,
ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എന്തുണ്ടായിരിക്കും? ഉപദ്രവം ഉണ്ടാകും. ഉപദ്രവം ഉണ്ടെങ്കിൽ സഹിഷ്ണുത നമുക്കുണ്ടായേ മതിയാകും. സഹിഷ്ണുത നമ്മൾക്കില്ല എങ്കിൽ ഉപദ്രവത്തെ അതിജീവിക്കുവാൻ നമ്മൾക്കൊരിക്കലും കഴിയില്ല. നമ്മൾ തോറ്റുപോകും. നമ്മളുടെ കഷ്ടതയുടെ മധ്യേ നമ്മൾ സഹിഷ്ണുത കാണിക്കുന്നില്ല എങ്കിൽ നമുക്ക് നിലനിന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന റിസൾട്ട് നമുക്കൊരിക്കലും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇസ്രായേലിനെ ദൈവം പലപ്പോഴും ശാസിക്കുന്നതിൻ്റെ മുഖ്യ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ പിറുപിറുപ്പായിരുന്നു. എന്തിനാണ് ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നത്? ആ മിസ്രൈമിലെങ്ങാനും ഞങ്ങൾ ജീവിച്ചാൽ പോരായിരുന്നു? ഞങ്ങൾക്ക് അവിടെ നല്ല ചുറ്റുള്ളി എന്തൊക്കെ ഉള്ളികളൊക്കെ അതൊക്കെ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു. മാംസക്കാലത്തിൻ്റെ അരികിലായിരുന്നു ഞങ്ങൾ ഇരുന്നിരുന്നത്. എന്തിനാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്? ഈ സാരമില്ലാത്ത ഭക്ഷണം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. മന്നയെ കുറിച്ചാണ് പറഞ്ഞത്, സാരമില്ലാത്ത ഭക്ഷണം. എത്ര പ്രാവശ്യമാണ് അവർ പിറുപിറുത്തത്? കൊരിന്ത്യർ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ പിറുപിറുത്തതുപോലെ നാം പിറുപിറുക്കുന്നവർ ആയിരിക്കരുത്. അത് നമ്മുടെ ബുദ്ധിപദേശത്തിനായിട്ട് എഴുതി വച്ചിരിക്കുന്നതാ. ഇത് പറയുമ്പോൾ തന്നെ ചെറിയൊരു ഇഷ്യൂ വരുമ്പോഴേക്കും നമ്മളറിയാതെ പിറുപിറുത്ത് പോകാറുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞേ, ഇദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്യാമായിരുന്നില്ലേ, എന്തിനാ എന്നെ ഇങ്ങനെ? നമ്മുടെ കർത്താവ് ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം സഹിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുക എത്ര ചെയ്തത്? ഒന്നും വേണ്ടിയില്ല. കർത്താവിനേക്കാളും തിരിച്ചു പറയാൻ യോഗ്യതയുള്ള ആരാ ഉള്ളത്? ആരുമില്ല. എന്നാലും ഒന്നും വേണ്ടിയില്ല. നമ്മളുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകട്ടെ പ്രിയമുള്ളവരെ. ഇനി ഇതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സഹിഷ്ണുത ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഉപദ്രവം വരുമ്പോഴാണ്, അല്ലെങ്കിൽ വേദന വരുമ്പോഴാണ്. അതാണ് ഏറ്റവും ബാഡ് സൈഡ്. അതെന്താ ഞാൻ ബാഡ് സൈഡ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, സ്നേഹിക്കുക എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഇത്തിരി കൂടെ ബെറ്ററാണ്. എന്താ, ഞാൻ സ്നേഹിക്കുകയാണ്, പറഞ്ഞ മനസ്സിലായല്ലോ. സഹിഷ്ണുത കാണിക്കേണ്ടത് ഏറ്റവും ബെറ്റർ എക്സ്പീരിയൻസിൻ്റെ സമയത്താണ്, ഏറ്റവും കൈപ്പേറിയ അനുഭവം ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ തിരിച്ച് സഹിഷ്ണുത കാണിക്കുക എന്ന് പറയുന്നത് ശകലം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെയാണ് നമ്മളെ ടെസ്റ്റ് നടക്കുന്നത്. അതെ, ഞാൻ മുൻപേ പറഞ്ഞ എക്സാമ്പിൾ മറക്കരുത്. ഒരു ലോഹം ആ കൊല്ലൻ്റെ ആ തീ കുണ്ടത്തിലിരിക്കുമ്പോൾ അതിന് ഓടി രക്ഷപ്പെടാനായിട്ട് സാധ്യത ഉണ്ടെങ്കിൽ അത് രക്ഷപ്പെടുമായിരുന്നു. എന്നാൽ അതിന് സാധ്യതയില്ലാത്തതുകൊണ്ട് അത് അവിടെ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതുപോലുള്ള തീക്കുണ്ടങ്ങളുടെ അനുഭവത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ ഓടാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ വെറും ലോഹമല്ലല്ലോ. പക്ഷെ അതിൻ്റെ മധ്യ പിടിച്ചു നിൽക്കുന്നവനാണ് ഭാഗ്യവാൻ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് നൽകുന്ന ജീവകിരീടം പ്രാപിക്കും. പരീക്ഷ സഹിക്കണം. പരീക്ഷ സഹിക്കണമെങ്കിൽ സഹിഷ്ണുത നമ്മളിൽ ഉണ്ടായിരിക്കണം. മറ്റൊരു വാക്യം വായിക്കാം. ഫിലിപ്പിയർ 1:29. അത് സാധിക്കുമോ നോക്കാം. ഒന്നിൻ്റെ 29. അവനു വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. വരം, ഒരു ഗിഫ്റ്റ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? കഷ്ടം സഹിക്കാനായിട്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് അവന് വേണ്ടി കഷ്ടം സഹിക്കുന്നത് സുവിശേഷം പറയാൻ പോകുമ്പോൾ അടികൊള്ളണ കാര്യം, അതും ഇതിനകത്ത് വരും. അത് മാത്രമല്ല, നമ്മൾ ക്രിസ്ത്യാനികളായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആണ്. അല്ലാണ്ട് സുവിശേഷം പറയാൻ പോകുമ്പോൾ മാത്രമല്ല ക്രിസ്ത്യാനി. എപ്പോഴും ക്രിസ്ത്യാനിയാണ് നമ്മൾ. എപ്പോഴും നമ്മൾ കർത്താവിൻ്റെ സാക്ഷികളാണ്. എപ്പോഴും നാം ദൈവത്തിൻ്റെ ഭക്തന്മാരായിരിക്കണം. അങ്ങനെയാണല്ലോ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചത്. നീ എപ്പോഴും ദൈവഭക്തിയോടെ ഇരിക്കുക. എപ്പോഴും
ദൈവഭക്തിയോടെ ഇരിക്കുക. ഭക്തന്മാരായിരിക്കണം നമ്മൾ. ഭക്തി എന്ന് പറയുന്നത് സുവിശേഷം പറയാൻ പോകുമ്പോൾ മാത്രമല്ല, കുടുംബത്തിൽ, സഭയിൽ, വ്യക്തി ജീവിതത്തിൽ, സമൂഹത്തിൽ, എല്ലായിടത്തും നമ്മൾ ഭക്തന്മാരായിരിക്കണം. അഥവാ കർത്താവിൻ്റെ കഷ്ടം നമ്മളിലേക്ക് വരുമ്പോൾ, കർത്താവിൻ്റെ കഷ്ടം എന്ന് പറഞ്ഞാൽ അന്യായമായി നമ്മളെ ബുദ്ധിമുട്ടിക്കുക, അല്ലേ? പത്രോസിന്റെ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഒരുത്തൻ ദൈവത്തോടുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമാകുന്നു. കഷ്ടം സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. അന്യായം നിമിത്തം എവിടെയൊക്കെ കഷ്ടം സഹിക്കേണ്ടി വന്നാലും നാം അത് സഹിച്ചാൽ ദൈവത്തിനത് പ്രസാദമാണ്. അതേ കാര്യമാണ് ഇവിടെ നമ്മൾ വായിച്ചത്. കഷ്ടം അനുഭവിപ്പാനും കൂടെ വരം നൽകിയിരിക്കുന്നു. മറ്റൊരു വാക്യം കൂടെ, എബ്രായ ലേഖനം 10:34. സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. നിങ്ങൾ ആ വാക്യമൊക്കെ ഒന്ന് വായിക്കുമ്പോൾ ഇന്ന് നോർത്ത് ഇന്ത്യയുടെ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. അനേക ഭവനങ്ങളിൽ നിന്ന് അവരെ പുറത്താക്കുക, അവരുടെ കുഞ്ഞുങ്ങൾക്ക് വസിക്കാനൊരു വീടില്ല, എഡ്യൂക്കേഷൻ ഇല്ല, ഇങ്ങനെയുള്ളൊരു കാലഘട്ടം. അന്ന് എബ്രായ ലേഖനം എഴുതുന്ന കാലഘട്ടത്തിൽ അന്ന് അവർക്ക് ഇതേ കഷ്ടതയുണ്ടായിരുന്നു. ഇന്നും കർത്താവിൻ്റെ വിശ്വസ്തന്മാർക്ക് അതേ കഷ്ടത ഉണ്ട്, ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, കർത്താവിൻ്റെ ഈ നാമനിമിത്തം ലോകത്തിലെമ്പാടും വിശ്വാസികൾക്ക് ഇതൊക്കെയുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു ദിവസം നമ്മളെ ഇറക്കുകയാണ് പുറത്ത്. നിങ്ങളതൊന്ന് ചിന്തിച്ചു നോക്കിയേ. വീട്ടിൽ നിന്ന് ഇറക്കുകയാണ്, ഇവിടെ കയറണ്ട. എന്നിട്ട് ആളുകൾ കയറി തേർവാഴ്ച നടത്തുകയാണ്, അതിനകത്ത് തോന്നിയതൊക്കെ ചെയ്യുകയാണ്, തകർക്കുകയാണെല്ലാം. ഇനി അങ്ങോട്ട് കിടക്കണ്ട, ലോക്ക് ചെയ്ത് പുറത്താക്കുക. നമ്മൾ എന്താ ചെയ്യുക? മെച്ചമായ ആത്മീകൻ എന്ത് ചെയ്യും? പോയി കേസ് കൊടുക്കും. നിന്റെ സ്വത്ത് തട്ടിയെടുത്തു, എനിക്ക് തിരിച്ചു കിട്ടണം. നമുക്കതിന് റീസണൊക്കെ പറയാനുണ്ടാവും. പക്ഷെ ഈ വിശ്വാസികളെ കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് ഉത്തമ സമ്പത്ത്, ഇങ്ങനെയല്ല നമ്മൾ വായിച്ചേ, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് ഉണ്ട്, നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. എന്തൊരു വ്യത്യാസമല്ലേ അന്നത്തെ വിശ്വാസികളും നമ്മളൊക്കെ തമ്മിൽ. നമ്മൾക്കതൊന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു സുപ്രഭാതത്തിൽ നമ്മളെയൊക്കെ വീട്ടിൽ നിന്ന് പുറത്തേക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി ഭൂമിയിലായിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ക്രിസ്ത്യൻസ്. പക്ഷെ അവിടെ സഹിക്കണമെങ്കിൽ സഹിഷ്ണുത വേണം. അവർ അത് സഹിച്ചു. അടുത്ത വാക്യം കൂടെ വായിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. 2 തെസ്സലോനിക്കർ 3:5. 2 തെസ്സലോനിക്കർ 3:5. കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ 2 തെസ്സലോനിക്കർ അല്ലേ മോനെ? 2 തെസ്സലോനിക്കർ 3:5 വായിച്ചത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ ഒന്ന് എംഫസൈസ് ചെയ്തിട്ട് നമുക്ക് ഈ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം ഇവിടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. 2 പദങ്ങൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും. വൈ ഇറ്റ് ഈസ് കണക്റ്റഡ്? ഞാൻ പറയാം. ക്രിസ്തു സഹിഷ്ണുതയുടെ ഏറ്റവും വലിയ എക്സാമ്പിളാണെന്ന് നമ്മൾ ചിന്തിച്ചു. പക്ഷെ എന്തായിരുന്നു തൻ്റെ ചേതോവികാരം? അത് ചെയ്യുന്നതിന് ദൈവത്തോടുള്ള സ്നേഹമായിരുന്നു, തൻ്റെ പിതാവിനോടുള്ള സ്നേഹമായിരുന്നു ആ കഷ്ടം മുഴുവനും സഹിക്കുന്നതിനുള്ള കാരണം.
അപ്പം നമ്മൾക്ക് സഹിഷ്ണുത ഇല്ലാതെ ആകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു പോവുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. എൻ്റെ കർത്താവ് എനിക്കൊരു ഞാൻ ചെറിയ എന്ന് പറയുമ്പോൾ നമുക്കത് ചെറുതായിരിക്കണമെന്നില്ല. ഒരു ചെറിയ പരീക്ഷ തരുമ്പോൾ, ഒരു വേദന തരുമ്പോൾ, ഒരു പരിശോധന തരുമ്പോൾ നമുക്കത് സഹിക്കാൻ കഴിയില്ല എങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തെ വാസ്തവത്തിൽ സ്നേഹിക്കുന്നുണ്ടോ? ഞാനതെന്താ ചെറുതെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കത് വലുതായിരിക്കും ചിലപ്പോൾ. ഉദാഹരണം പറഞ്ഞാൽ, എനിക്കിപ്പോൾ മാറാത്ത ഒരു രോഗം അങ്ങ് കിട്ടുകയാണെന്ന് കരുതുക. മാറാത്ത ഒരു രോഗം എന്നെ സംബന്ധിച്ചിടത്തോളം അത് എനിക്കൊരു ആദ്യം കേൾക്കുമ്പോൾ ഒരു ഷോക്കായിരിക്കും. അടി തൊട്ട് മുടി വരെ ഒരു ഇടിവാള് മിന്നുന്ന പോലെ ആയിരിക്കും നമുക്ക്. ഇതിനി ഒരിക്കലും മാറില്ല. ശരിയാണത്, നമുക്കത് ഇച്ചിരി വേദനയുള്ളതാണ്, മാറില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. അതെന്താ നൊടി നേരത്തേക്കുള്ളത്? നമ്മുടെ ഒരു ആയുസ് മൊത്തം നമ്മളൊരു രോഗത്തിന് അടിമയായിരുന്നാൽ 80 വർഷം വരെ മാക്സിമം ഉള്ളൂ, അല്ലേ? ഏറെ ആയാൽ 80, 70 അല്ലെങ്കിൽ ഏറെ ആയാൽ 80, ഇത്രയേ ഉള്ളൂ. അതാണ് നൊടി നേരം. നമ്മൾ അനുഭവിക്കാൻ പോകുന്ന സൗഭാഗ്യം അത് നിത്യമാണ്. അതിൻ്റെ മുമ്പിൽ, നമ്മൾ അനുഭവിക്കാൻ പോകുന്ന നന്മകളുടെ മുമ്പിൽ, സന്തോഷത്തിൻ്റെ മുൻപിൽ, സമാധാനത്തിൻ്റെ മുൻപിൽ, നീതിയുടെ മുൻപിൽ, സ്നേഹത്തിൻ്റെ മുൻപിൽ ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്നത് നൊടി നേരത്തേക്കുള്ളതാണ്. നൊടി നേരത്തേക്കുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇത് വലിയതായിട്ട് എണ്ണുവാൻ ആവശ്യമില്ല. അത് നമ്മൾ ഏറ്റെടുക്കണം. അതാണ് എൻ്റെ പിതാവിന് ഇഷ്ടമെങ്കിൽ ഞാൻ അവനെ ഇനിയും സ്നേഹിക്കും, എൻ്റെ കൂടെ അതിരിക്കട്ടെ. ഇതായിരിക്കട്ടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അങ്ങനെ നാം ചെയ്യുന്നുവെങ്കിൽ, ദൈവത്തോടുള്ള സ്നേഹത്തോടെ നാം കഷ്ടതയിലേക്ക് നോക്കുമ്പോൾ സഹിഷ്ണുത നമ്മിലേക്ക് കടന്നു വരുവാൻ ഇടയായിട്ട് തീരും. സഹിഷ്ണുത നമ്മളിലേക്ക് കടന്നു വരുവാൻ ഇടയായിട്ട് തീരും. അപ്പോഴാണ് സഹിഷ്ണുത കൂടുതൽ സ്വീറ്റായിട്ട് തീരുന്നത്. കാരണം ഞാൻ ഈ കഷ്ടം സഹിക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. എന്താണ് ആ റീസൺ? എൻ്റെ പിതാവിനോടുള്ള എൻ്റെ സ്നേഹമാണ് അതിനുള്ള കാരണം. ഞാനത് സഹിക്കും. അപ്പോഴാണ് ക്രിസ്തു കഷ്ടം സഹിച്ച പോലെ നമുക്ക് സഹിക്കാൻ സാധിക്കുക. കർത്താവ് സഹിച്ചത് മുഴുവനും തൻ്റെ അപ്പനോടുള്ള, തൻ്റെ പിതാവിനോടുള്ള സ്നേഹനിമിത്തമായിരുന്നു. അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും നിങ്ങളുടെ ഹൃദയങ്ങളെ തിരിക്കുമാറാകട്ടെ എന്ന് പറയുന്നത്. ഇതില്ലാതെ സഹിഷ്ണുത ഏറ്റെടുക്കാൻ നമുക്ക് കഴിയില്ല. ബുദ്ധിമുട്ടുകൾ വരും, പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, രോഗങ്ങൾ വരും, നിരാശയുടെ അനുഭവങ്ങൾ വരും. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യേ പിതാവേ, ഇതാണ് നിന്റെ ഇഷ്ടമെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ് എന്ന് സ്നേഹത്തോടുകൂടെ പിതാവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അത് ഏറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ നമ്മൾ തയ്യാറാകുമ്പോൾ ഫിലിപ്പിയർ ലേഖനം 1:29 നമ്മൾ വായിച്ച കൃപാവരം നമ്മിൽ എക്സർസൈസ് ചെയ്യപ്പെടും. കഷ്ടം സഹിപ്പാനും കൂടെ വരം നൽകിയിട്ടുണ്ട്. അത് നമ്മിൽ എക്സർസൈസ് ചെയ്യപ്പെടുവാനിടയാകും. അങ്ങനെ വരുമ്പോൾ കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നുവെന്ന് നാം അറിഞ്ഞ് കഷ്ടതയിൽ പ്രശംസിക്കുവാൻ ആരംഭിക്കും. എന്താണ് ഈ സിദ്ധത? വാക്യം നമ്മൾ ഒരുപാട് വായിക്കാറുള്ളതാ, അല്ലേ? കഷ്ടത സഹിഷ്ണുതയെ കൊണ്ടുവരും എന്നുള്ളത് നമുക്ക് മനസ്സിലായിപ്പോൾ, അല്ലേ? കഷ്ടതയില്ലാതെ സഹിഷ്ണുത ഉണ്ടാവില്ല. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും. സിദ്ധത എന്ന് പറഞ്ഞാൽ മാസ്റ്റർ എന്നാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? സിദ്ധൻ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ കഷ്ടം സഹിക്കുന്നതിലൊരു മാസ്റ്ററായി തീരും ഞാൻ എന്ന് പറഞ്ഞാൽ, ഈ കഷ്ടങ്ങളുടെ കൂടെ ഒരെണ്ണം കൂടെ വരുമ്പോൾ അതും ഇരിക്കട്ടെ. പറഞ്ഞു മനസ്സിലായല്ലോ? അതും ഇരിക്കട്ടെ, ഞാനതും സഹിക്കാൻ തയ്യാറാണ്. അപ്പം നിങ്ങൾക്ക് തോന്നും,
അത് സാധിക്കുമോ? സാധിക്കും. ഞാനത് കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചു, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ആദ്യം ഈ ശുശ്രൂഷ തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരസുഖം വന്നു. അപ്പോൾ ഞാൻ സന്തോഷമായി അത് കൂടെ കടന്നു പോകാൻ പഠിച്ചു. ശബ്ദമില്ലാതെ ആയതാണെന്ന് തോന്നുന്നു എൻ്റെ പ്രശ്നം. പ്രാർത്ഥനയോടുകൂടെ ഞാൻ മിനിസ്ട്രിയിൽ സജീവമായിട്ട് സഹകരിച്ചു. ദൈവം കൃപ തന്നു. ഒരു മീറ്റിംഗ് പോലും മുടങ്ങിയില്ല കേട്ടോ, കറക്റ്റായിട്ട് പോകാൻ പറ്റി. അപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഒരെണ്ണം കൂടെ കിട്ടിയാൽ കുഴപ്പമില്ലല്ലോ എന്ന് ചിന്തിച്ചു. അത് പറഞ്ഞ് അധികം വൈകാതെ അടുത്ത പ്രശ്നം കിട്ടി. ഇപ്പോൾ 2 അപ്പോഴും വിട്ടുകൊടുത്തില്ല. എങ്ങനെ വിട്ടുകൊടുത്തില്ല? കർത്താവിൽ പിന്നെയും ശരണപ്പെട്ടു. ഈ വായുകൊണ്ടുള്ള പ്രോബ്ലം 2ാമത്തെ പ്രോബ്ലം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 3ാമത്തെ ഒരെണ്ണം കൂടെ കിട്ടി. ഒരു പനി പിടിച്ചു. 1 മാസം എടുത്ത് റിക്കവർ ചെയ്യാൻ. പക്ഷെ ഞാൻ പറയട്ടെ, ഈ 3 രോഗങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടും ഒരു മിനിസ്ട്രി പോലും എനിക്ക് മുടക്കേണ്ടി വന്നില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ, ദൈവം കൃപ തന്നു. ആ സമയമാകുമ്പോൾ ദൈവം കൃപ തരും. അപ്പം ഞാൻ ഒരു കാര്യം പഠിച്ചു. എന്താ പഠിച്ചത്? ദൈവകൃപയുണ്ടെങ്കിൽ ഏത് കഷ്ടവും നമുക്ക് അതിജീവിക്കാൻ കഴിയും. കൃപ മതി. അത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസിനോട് കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞ് വരുന്നു. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ ബലഹീനതയിലും പ്രശംസിക്കും. ബലഹീനതയിൽ പ്രശംസിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവകൃപ വെളിപ്പെടാൻ ഇടയായിട്ട് തീരും. ബലഹീനതയില്ലെങ്കിൽ കൃപ എവിടെ വെളിപ്പെടാനാണ്? കാരണം ബലഹീനത ഉള്ളിടത്ത കൃപയുടെ ആവശ്യമുള്ളൂ. കൃപ വെളിപ്പെടണമെങ്കിൽ എന്ത് വേണം? ബലഹീനത വേണം. അതുകൊണ്ട് താൻ പ്രശംസിക്കുകയാണ്. അതെന്താ? തൻ്റെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നത് കണ്ടിട്ട് താൻ നിർവൃതി അടയുകയാണ്, സന്തോഷിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സിദ്ധതയുണ്ടാകും. ആ സിദ്ധത പ്രത്യാശയെ ബലപ്പെടുത്തും. എൻ്റെ കർത്താവ് വരാറായി, എൻ്റെ കർത്താവിനെ ഞാൻ കാണും, ബലഹീനതയില്ലാത്ത ഒരു ശരീരം എനിക്ക് നൽകപ്പെടുമെന്നുള്ള പ്രത്യാശ ഇതിൻ്റെ മധ്യേ ഞാൻ കാണുമ്പോൾ കഷ്ടതയിലും ഞാൻ പ്രശംസിക്കാൻ തുടങ്ങും. ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതായ ആത്മീക സത്യം. അതുകൊണ്ട് ഒരു ഭക്തൻ എന്നുള്ള രീതിയിൽ സഹിഷ്ണുത നമ്മുടെ ജീവിതത്തിൽ കാണിപ്പാനായിട്ട് ദൈവം ഈ ചിന്തകളാൽ നമ്മെ സഹായിക്കട്ടെ. അടുത്ത 2 ക്ലാസ്സുകളിൽ കുടുംബം, സഭ എന്നീ തലങ്ങളിലും സാമൂഹ്യവും നിയമമായ തലങ്ങളിൽ ഈ 4 ഗുണങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുമെന്നുള്ളത് നമ്മൾ ചിന്തിച്ച് 30 ക്ലാസ്സുകളിലൂടെ പൂർത്തിയാക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. കടന്നു വന്ന് ഈ രീതിയിൽ ദൈവവചനം കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവനാമം ഇന്നുമെന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ.